Hi all, I am Sandra, tax consultant at Taxora. ഇന്ന് നമുക്ക് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഒരു പേടി സ്വപ്നമാണ്. ശരിക്കും ടാക്സിനെ ഭയക്കേണ്ടതുണ്ടോ? ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. ഇതൊരിക്കലും ഒരു പെനാൽറ്റിയും ബർഡനായിട്ടും കാണാതിരിക്കുക. നമുക്കറിയാം, റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില ട്രാഫിക് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും പാലിക്കാതെ വരുമ്പോഴാണ് നമ്മളെ MVD പിടിക്കുകയും അതുപോലെ ഫൈൻ വരികയും അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കുകളും ആക്സിഡൻസുകളൊക്കെ കൂടുതലുണ്ടാകുന്നതും ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കും അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് തെറ്റിക്കുമ്പോഴാണ്. അപ്പോൾ ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ റോഡിലൂടെ യാത്രകൾ സുഗമമായിട്ട് നടക്കും. എന്ന് പറഞ്ഞ പോലെ ടാക്സിൻ്റേതായിട്ടുള്ള ലോസ് ഉണ്ട്. അപ്പോൾ ഈ ടാക്സ് ലോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സിനെ പേടിക്കാതെ നോട്ടീസസും പെനാൽറ്റികളൊന്നും വരാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ടാക്സിനെ പേടിക്കുകയല്ല വേണ്ടത്, ടാക്സ് എന്താണെന്നും ടാക്സ് ലോസ് എന്താണെന്നും ഉള്ള ശരിയായിട്ടുള്ള അറിവാണ് വേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ടാക്സ് സിസ്റ്റത്തിനെ മെയിനായിട്ടും 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് ആരാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വ്യക്തി തന്നെ ഡയറക്റ്റ് ആയിട്ടും ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നു. അയാളുടെ ഇൻകത്തിൻ്റെ മേലുള്ള ടാക്സ് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് അടയ്ക്കുന്നു. ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണം, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങി ആ സാധനത്തിന് നമ്മൾ MRP + GST അടച്ചു. ആ അടയ്ക്കുന്ന പൈസ നമ്മൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് അടയ്ക്കുകയല്ല, നമ്മൾ ആ ഷോപ്പ് ഓണർക്ക് തന്നെയാണ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അടയ്ക്കും. അപ്പോൾ ആ ഷോപ്പ് ഓണർ നമ്മുടെ ബിഹാഫിൽ ഗവൺമെൻറ്റിന് നമ്മൾ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് മന്ത്ലി പേയ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ GST ഫയലിങ്ങിൻ്റെ കൂടെ അവർ ഗവൺമെൻറ്റിന് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ആണ് അവിടെ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത്. ചിലർക്കെങ്കിലും ഉള്ളൊരു ഡൗട്ടാണ്, എൻ്റെ ഷോപ്പിൽ ഞാൻ GST എടുത്തിട്ടുണ്ട്, മന്ത്ലി പേയ്മെൻറ്റ്സും റിട്ടേണുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ടാക്സ് ഒക്കെ അടച്ചാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും പേഴ്സണൽ ഇൻകത്തിൻ്റെ ബേസിസായിട്ടുള്ളൊരു ടാക്സാണ്. GST എന്ന് പറയുന്നത് ഒരാളുടെ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ ആ ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഇൻകമാണ്. ആ പ്രോഫിറ്റിന് മേൽ ടാക്സ് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കണം. GST അടയ്ക്കുന്നത് കൊണ്ട് നാം ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആവുന്നില്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. GSTയും ഇൻകം ടാക്സും 2 വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. GST അടയ്ക്കുന്ന ഒരാൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു എക്സംപ്ഷൻ അവിടെ ഇല്ല. GSTയും ബിസിനസ് റിലേറ്റഡ് ആണ്, ഇൻകം ടാക്സ് പേഴ്സണൽ ഇൻകത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾക്കും GST, ഇൻകം ടാക്സ്, അതേപോലെ തന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കായിട്ടും ടിപ്സുകൾക്കായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.